നമുക്ക് പ്രതിപദനത്തിൻ്റെ ചാപ്റ്ററിലെ പാർട്ട് 4ലേക്ക് കിടക്കുകയാണ്. പാർട്ട് 3 നമ്മൾ പറഞ്ഞു നിർത്തിയത് ദർപ്പണ സമവാക്യവുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഒരെണ്ണം ഡിസ്കസ് ചെയ്യുകയും ആവർത്തനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് ബാക്കി കണക്കുകൾ ഈ പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കണക്കിതാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള കണക്ക് തന്നെയാണ്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ 30 സെന്റിമീറ്റർ മുൻപിലായി ഒരു വസ്തു വെച്ചപ്പോൾ ദർപ്പണത്തിൽ നിന്ന് 20 സെന്റിമീറ്റർ അകലെ സ്ക്രീനിൽ പ്രതിബിംബം ലഭിച്ചു അല്ലേ. ഫോക്കസ് ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കത് വരയ്ക്കാം. ഫോക്കസ് ദൂരം അറിയാത്തത് കൊണ്ട് തന്നെ എഫ് എവിടെയാണ് സി എവിടെയാണെന്നുള്ള കൃത്യമായ ഡിസ്റ്റൻസ് നമുക്കറിയില്ല. നമുക്ക് തൽക്കാലം ഒരു കോൺകേവ് ദർപ്പണം വരച്ചിടാം. അതിൽ നിന്നും 30 സെന്റിമീറ്റർ അകലെ നമ്മളൊരു വസ്തു വെച്ചു എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ദൂരം തന്നിരിക്കുന്നത് എത്രയാണ്? 30 സെന്റിമീറ്റർ ആണ്. പ്രതിബിംബം എവിടെയാണ് ലഭിച്ചിരിക്കുന്നത്? 20 സെന്റിമീറ്റർ അകലെ സ്ക്രീനിൽ പതിയുന്ന പ്രതിബിംബമാണ്. അതായത് യഥാർത്ഥ പ്രതിബിംബമാണ്. യഥാർത്ഥ പ്രതിബിംബം എങ്ങനെയായിരിക്കും? തലകീഴായതായിരിക്കും. 20 സെന്റിമീറ്റർ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, നമുക്കറിയില്ല 20 സെന്റിമീറ്റർ, എന്തായാലും നമുക്ക് ഇങ്ങനെ വരച്ചിടാം. ഓക്കെ, എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ യുവും വിയും തന്നിട്ടുണ്ട്. യു സമം എങ്ങനെയാണ് എഴുതുക? 30 സെന്റിമീറ്റർ അളവ് എഴുതാം. പ്ലസ് ഓർ മൈനസ് എന്നുള്ളതാണ്. യു ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഓക്കെ, അത് മനസ്സിൽ പതിപ്പിച്ചേക്കുക. യു ഈസ് ഓൾവേസ് നെഗറ്റീവ് എന്നുള്ളത്. -30. ഇനി വി സമം എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. 20 സെന്റിമീറ്റർ എന്ന് പറയുന്നത് പ്ലസ് ആണോ മൈനസ് ആണോ നമുക്ക് അറിയില്ല അല്ലേ. നോക്കൂ, ചിത്രം നോക്കൂ. പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് വരുന്നത്? ഇടത്തേക്ക് തന്നെയല്ലേ. എന്തുകൊണ്ട് ഇവിടെ വരയ്ക്കാൻ കാരണം? സ്ക്രീനിൽ പതിപ്പിക്കുന്ന പ്രതിബിംബമാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സ്ക്രീനിൽ പതിപ്പിക്കുന്ന പ്രതിബിംബം എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള പ്രതിബിംബമായിരിക്കും? യഥാർത്ഥ പ്രതിബിംബമായിരിക്കും. ഒരു കോൺകേവ് ദർപ്പണത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ പ്രതിബിംബം ലഭിക്കുന്നത് എവിടെയാണ്? ഇടത് സൈഡിലാണ്. ഒറ്റ കേസിലെ മിഥ്യാപ്രതിബിംബം ലഭിക്കുന്നുള്ളൂ. അത് എഫിനും പിക്കും ഇടയിൽ വെക്കുമ്പോൾ മാത്രമാണ്. ഓക്കെ, -20 ആണ് അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഡേറ്റ എഴുതാൻ മനസ്സിലായല്ലോ. ഇനി എഫ് കണ്ടുപിടിച്ചാൽ മതി. എഫ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു സമവാക്യം? u × v / u + v. ഇനി വിലകൾ ഇട്ട് കൊടുക്കാം. -30 × -20 അല്ലേ, ഡിവൈഡഡ് ബൈ -30 + -20. ഓക്കെ, അപ്പോൾ എന്ത് വരും? -600 ഡിവൈഡഡ് ബൈ -15 വരും അല്ലേ. ആഡ് ചെയ്യുമ്പോൾ മൈനസും മൈനസും കൂടെ ആഡ് ചെയ്താൽ മൈനസ് തന്നെയാണ്. -30 × +20 -20 + 600 ആണ് അല്ലേ. ചിഹ്നങ്ങളൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അപ്പോൾ മൈനസും പ്ലസും കൂടെ ഹരിക്കാൻ വന്നാൽ എന്താണ് വരിക? മൈനസ് ആണ് വരിക അല്ലേ. പിന്നെ 60/5 12 വരും. അപ്പോൾ എന്ത് വന്നു? എഫ് -12 സെന്റിമീറ്റർ എന്ന് കിട്ടി. നോക്കൂ, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ പറഞ്ഞൊക്കെ ശരിയായിട്ട് വരുന്നില്ലെന്ന്. കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എന്തായിരിക്കണം? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നെഗറ്റീവ് കിട്ടിയോ നോക്കൂ. കിട്ടിയല്ലേ. ഫോക്കസ് ദൂരം ശരിയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇനി 12 സെന്റിമീറ്റർ ആണല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 12 സെന്റിമീറ്റർ നമുക്കൊന്ന് രേഖാചിത്രത്തിൽ വരച്ചു നോക്കാം. ഇതിപ്പോൾ 20 നമ്മളെടുത്തത്. അപ്പോൾ ഏകദേശം 12 നമുക്കിവിടെ കൊടുക്കാം അല്ലേ. ഇതാണ് എഫ്. അപ്പോൾ 24 സെന്റിമീറ്റർ ആണ് എന്ത് വരിക? സി വരിക. അപ്പോൾ 30 മുന്നേ ഇവിടെ ആണല്ലോ, അപ്പോഴത്തെ സി ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ രേഖാചിത്രം ശരിയാണോ നോക്കൂ. വസ്തു ഇവിടെ വെച്ചിരിക്കുന്നത് എവിടെയാണ്? സിക്ക് അപ്പുറത്താണ്. സിക്ക് അപ്പുറത്താണെങ്കിൽ പ്രതിബിംബം ലഭിക്കുന്നത് എവിടെയായിരിക്കും? എഫിനും സിക്കും ഇടയിലായിരിക്കും. അത് ശരിയായിട്ട് തന്നെയല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത കണക്ക് ശരിയാണെന്ന് നമുക്ക് ഒരുവിധം ഉറപ്പിക്കാം അല്ലേ. നമുക്ക് ഈ ചോദ്യത്തിൽ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷനും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എം എന്ന് പറഞ്ഞത് എം ഈസ് ഈക്വൽ ടു എന്താണ്? -v/u എന്നാണ് അല്ലേ. ഇവിടെ ശരിക്കും നോക്കൂ, പ്രതിബിംബം ചെറുതാണ്. അപ്പോൾ എം ശരിക്കും എന്തായിരിക്കണം കിട്ടേണ്ടത്? എമ്മിൻ്റെ വില 1നേക്കാൾ ചെറുതായിരിക്കണം കിട്ടേണ്ടത്. പിന്നെ ചെയ്യുമ്പോൾ സൈൻ എന്തായിരിക്കണം വരേണ്ടത്? പ്ലസ് ഓർ മൈനസ് ആയിരിക്കണം വരേണ്ടത്. കാരണം ഇത് യഥാർത്ഥ പ്രതിബിംബമാണ് രൂപീകരിക്കേണ്ടത്. അപ്പോൾ മൈനസ് ആയിരിക്കണം വരേണ്ടത് അല്ലേ. അപ്പോൾ അതൊക്കെ വരുന്നു നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ എന്തായാലും. അപ്പോൾ ഈക്വൽ മൈനസ്, ഓൾറെഡി ഇക്വേഷനകത്തുള്ള മൈനസ് ഇട്ടു. ഇനി വി എന്താണ്? -20 ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ യു എന്താണ്? -30 ആണ്. ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ 3 മൈനസ് വന്നു. അപ്പോൾ റിസൾട്ടൻ്റായിട്ട് എത്ര തന്നെ വരും? മൈനസ് സൈൻ തന്നെ വരും. -2/3 എന്നാണല്ലേ വരുന്നത്. 2/3 എന്തായാലും എന്തായിരിക്കും? 1നേക്കാൾ കുറവായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും 0.6 വരും. ഓക്കെ, ചെയ്ത് നോക്കിയാൽ 2/3 എത്ര വരും? 0.6 അല്ലേ. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇനി നമ്മൾ പറഞ്ഞൊക്കെ ശരിയല്ലേ. നോക്കൂ, നെഗറ്റീവ് ചിഹ്നം കാണിക്കുന്ന എന്തിനാണ്? യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബം ശരി തന്നെയല്ലേ അല്ലേ. എഫിനും സിക്കും ലഭിക്കുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. സൈസ്
0.6 ഒന്നിനേക്കാൾ ചെറുത്. ഒന്നിനേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിബിംബത്തിന്റെ ഉയരം എന്ന് പറയുന്നത് വസ്തുവിന്റെ ഉയരത്തെക്കാളും ചെറുതായിരിക്കും. അതും ശരിയല്ലേ? സിക്ക് അപ്പുറം വെച്ചാൽ എഫിനും സിക്കും ഇടയിൽ ലഭിക്കുന്ന പ്രതിബിംബം ചെറുതും തലക്കീഴായതും യഥാർത്ഥവുമായിരിക്കും. അപ്പൊ രേഖാചിത്രവുമായിട്ട് താരതമ്യം ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഉറപ്പിക്കാം നമ്മൾ ചെയ്ത കണക്ക് ശരിയല്ലേ എന്നുള്ളത് നമുക്കൊന്ന് ഉറപ്പിക്കുകയും കൂടി ചെയ്യാം. മൂന്നാമത്തെ കണക്കാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള കണക്ക് തന്നെയാണ്. 40 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 20 സെന്റിമീറ്റർ അകലെ വസ്തു വെച്ചു അല്ലേ? പ്രതിബിംബത്തിന്റെ സ്ഥാനമാണ് കണ്ടെത്തേണ്ടത്. അതിന്റെ സ്വഭാവം എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നത്. അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട രേഖാചിത്രം നേരത്തെ പോലെ ഒന്ന് വരച്ചു നോക്കാം. ഒരു കോൺകേവ് ദർപ്പണമാണ് പറഞ്ഞിരിക്കുന്നത്. വരച്ചു. അതിന്റെ ഫോക്കസ് ദൂരം മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? ഫോക്കസ് ദൂരം ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് ഫോക്കസ് ദൂരം പറഞ്ഞിരിക്കുന്നത്? -40 സെന്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെച്ചിരിക്കുന്നത് വസ്തു വെച്ചിരിക്കുന്നത് എത്ര ദൂരത്തിലാണ്? 20 സെന്റിമീറ്റർ അകലെയാണ് വസ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും വസ്തുവിന്റെ സ്ഥാനം ഇവിടെ ആയിരിക്കും ഏകദേശം വരിക. ഓബ്ജക്ട് എത്ര ദൂരം അകലെ? 20 സെന്റിമീറ്റർ അകലെ. ശരിക്കും രേഖാചിത്രം വരച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എഫിനും പിക്കും ഇടയിലാണ് വസ്തു. അതായത് പ്രതിബിംബം എവിടെയായിരിക്കണം? ദർപ്പണത്തിന് അപ്പുറത്തായിരിക്കണം, വലുതായിരിക്കണം അല്ലെ, നിവർന്നതായിരിക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലായി. എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസ് എല്ലാം എഴുതാം. എഫ് കോൺകേവ് ദർപ്പണമാണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ ഫോക്കസ് -40 സെന്റിമീറ്റർ. യു സമം എത്ര വരും? ഓബ്ജക്റ്റിലേക്കുള്ള ദൂരം എന്താണ്? -20 സെന്റിമീറ്റർ. ഇനി മൈനസ് എങ്ങനെ വന്നതെന്നൊന്ന് ഞാൻ പറഞ്ഞു തരണ്ടാലോ? ഇപ്പൊ 2 കണക്കിൽ നമ്മൾ പറഞ്ഞു. ഇനി വി ആണ് കണ്ടുപിടിക്കേണ്ടത്. വി കാണാനുള്ള സമവാക്യം നമുക്ക് എഴുതാം. u × f / u - f അല്ലേ? ആ സമവാക്യം ഉപയോഗിച്ച് ചെയ്യാം. u എന്ന് വെച്ചാൽ -20 × -40 ഡിവൈഡഡ് ബൈ -20 -40 ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ -20 × -40 രണ്ട് മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും വരിക? ചിഹ്നം പോസിറ്റീവ് ആണ്. +800 വരും ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് വരും? മൈനസ് സംഖ്യ കുറയ്ക്കാൻ ചിഹ്നം എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യാന്നുള്ളത് അല്ലേ? അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് വരും? നമുക്ക് +20 വരുന്നത് അല്ലേ? -20 +40 ആഡ് ചെയ്താൽ +20 വരുന്നു. പ്ലസും +1 ഡിവൈഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് പ്ലസ് തന്നെയാണ്. എത്ര വരുന്നു? 40 വരും. 40. അതായത് പ്രതിബിംബം രൂപപ്പെടുന്നത് 40 സെന്റിമീറ്റർ എങ്ങോട്ടാണ്? ചിഹ്നം നോക്കിയാൽ മനസ്സിലാവും, വലത്തേക്കാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ശരിയായില്ലേ? അപ്പോൾ ഈ ഭാഗത്തേക്കാണ്. ഇവിടെ എവിടെയാണ് നമുക്ക് എന്ത് പ്രതിബിംബം രൂപീകരിക്കപ്പെട്ടത്? പ്രതിബിംബം രൂപീകരിക്കപ്പെട്ടത് കോൺകേവ് ദർപ്പണമായിട്ട് നമുക്കറിയാം. അങ്ങനെ രൂപീകരിക്കപ്പെടുന്ന പ്രതിബിംബം എന്തായിരിക്കും? വലുതായിരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ പറഞ്ഞ് രേഖാചിത്രം മനസ്സിൽ നമുക്കറിയാം. കണക്ക് ചെയ്തും കൂടി നമുക്കത് ഉറപ്പിക്കണം കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ പ്രതിബിംബം പ്ലസ് ലഭിച്ചത് എന്തുകൊണ്ടാണ്? പ്രതിബിംബം വലതു ഭാഗത്ത് രൂപപ്പെട്ടത് കൊണ്ടാണ്. 40 സെന്റിമീറ്റർ അകലെയായിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവർത്തനം കണ്ടുപിടിച്ചാൽ നമുക്ക് പ്രതിബിംബത്തിന്റെ സ്വഭാവമൊക്കെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അതോടെ ചെയ്യാം അല്ലെ? ആവർത്തനം എന്ന് പ്രത്യേകിച്ച് ക്വസ്റ്റിന് പറഞ്ഞിട്ടില്ല, എങ്കിൽ നമ്മൾ ചെയ്യാണ്. m സമം എന്താണ് സമവാക്യം? -v/u എന്നാണ് സമവാക്യം. മൈനസ് ഉണ്ട്, സമവാക്യത്തിന്റെ മൈനസ് ആണ്. ഇനി വിയുടെ വില എന്താണ്? +40 ആണ് അല്ലെ? ഡിവൈഡഡ് ബൈ യുവിന്റെ വില എന്താണ്? -20 ആണ്. ഓക്കെ, അപ്പൊ മൈനസ് പ്ലസ് മൈനസ് എന്ത് വരും? റിസൾട്ടന്റ് ആയിട്ട് എന്തായിരിക്കും വരും? പ്ലസ് തന്നെയല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് തന്നെയാണ് അല്ലേ? പ്ലസ് 4/2 എത്ര വരും? 2 +2. അപ്പോൾ മാഗ്നിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നത്, ആവർത്തനം ലഭിച്ചിരിക്കുന്നത് +2 ആണ്. എന്തൊക്കെ പറയാൻ കഴിയുന്നു? പോസിറ്റീവ് ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്താണ്? പ്രതിബിംബം മിഥ്യാപ്രതിബിംബമാണ്. മിഥ്യയാണെങ്കിൽ എന്തായിരിക്കും? നിവർന്നതുമായിരിക്കും. ശരിയായില്ലേ? അപ്പോൾ പ്രതിബിംബം നിവർന്നതും മിഥ്യയുമാണ്. അത് ക്ലിയർ ആയി. ഇനി 2 സൂചിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ഒന്നിനേക്കാൾ വലുത് അല്ലേ? ഒന്നിനേക്കാൾ വലുതാണെങ്കിൽ എന്ത് പ്രത്യേകതയാണ്? പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതായിരിക്കും. ശരിക്കും ഇവിടെ 2 മടങ്ങാണ് കേട്ടോ. പ്രതിബിംബത്തിനെ വസ്തുവിനേക്കാൾ 2 മടങ്ങ് വലിപ്പമുള്ള പ്രതിബിംബമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി മിഥ്യാപ്രതിബിംബം എന്ന് മനസ്സിലായി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? പ്രതിബിംബം വലുതാണെന്നും മനസ്സിലായി. അപ്പോൾ മാഗ്നിഫിക്കേഷൻ മനസ്സിലായത് കൊണ്ട് നമുക്ക് പ്രതിബിംബത്തിന്റെ സ്വഭാവം ഒക്കെ എന്ത് ചെയ്യാൻ പറ്റി? മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിനി 4ാമത്തെ കണക്കിലേക്ക് കടക്കാം. ഇത് വിലയിരുത്താമിലെ 2ാമത്തെ ക്വസ്റ്റൻ ആണ്. കുറേ കുട്ടികൾക്ക് സംശയം ചോദിച്ച ക്വസ്റ്റൻ ആണ് അല്ലേ? മറ്റുള്ള ക്വസ്റ്റനുമായിട്ട് ബന്ധപ്പെട്ടാൽ ഡയറക്റ്റായിട്ട് അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ല. എന്തായാലും ക്വസ്റ്റൻ നമുക്ക് നോക്കാം. ഒരു ഗോളീയ ദർപ്പണം വസ്തുവിന്റെ 5 മീറ്റർ അകലെയായിട്ട് അതിന്റെ 5 ഇരട്ടി വലിപ്പമുള്ള പ്രതിബിംബം രൂപപ്പെടുത്തി. അപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്ക്. 5 ഇരട്ടി വലിപ്പമുള്ള പ്രതിബിംബം. അപ്പോൾ ശരിക്കും ആവർത്തനമാണ് വന്നിട്ടുള്ളത് അല്ലേ? പ്രതിബിംബത്തിന്റെ ഉയരം എന്ന് പറയുന്നത്
വസ്തുവിൻ്റെ ഉയരത്തേക്കാൾ 5 മടങ്ങുണ്ടെന്ന് ഒരു ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അകലം പറഞ്ഞിരിക്കുന്നത് വസ്തുവിലേക്കുള്ള അകലവും അല്ല, പ്രതിബിംബത്തിലേക്കുള്ള അകലവും അല്ല, വസ്തുവിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലം അല്ലേ. വസ്തു എവിടെയാണോ പ്രതിബിംബം എവിടെയാണെന്ന് വെച്ചാൽ വസ്തുവിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള അകലമാണ് 5 മീറ്റർ. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ യു എന്നോ ഒന്നും രേഖപ്പെടുത്താൻ പറ്റില്ല, അതവിടെ നിന്നോട്ടെ. അങ്ങനെയെങ്കിൽ ദർപ്പണം കോൺവെക്സോ കോൺകേവോ എന്നാണ് സൂചിപ്പിക്കേണ്ടത്. പക്ഷെ അത് നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം പറയാം. കാരണം വലിപ്പമുള്ള പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്ന ഇതിൽ മാത്രമാണ്, കോൺകേവിൽ മാത്രമാണ്. കോൺവെക്സിൽ നമുക്ക് എപ്പോഴും ലഭിക്കുന്നത് എങ്ങനെയുള്ള പ്രതിബിംബമായിരിക്കും? ചെറിയ പ്രതിബിംബം അല്ലേ കോൺവെക്സിൽ ലഭിക്കുക, വലുതല്ലല്ലോ. അപ്പോൾ 5 ഇരട്ടി വലിപ്പമുള്ള പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് ഏത് ദർപ്പണം തന്നെയായിരിക്കും? കോൺകേവ് ദർപ്പണം തന്നെ ആയിരിക്കും. നമുക്കിതിൻ്റെ ഏകദേശം ഒരു രേഖാചിത്രം ഒന്ന് വരച്ച് നോക്കാം അല്ലേ. അപ്പം നമുക്ക് കോൺകേവ് ദർപ്പണമാണ് ആദ്യം തന്നെ മനസ്സിലായി. കോൺകേവ് ദർപ്പണം വരയ്ക്കാം. കോൺകേവ് ദർപ്പണത്തിൽ എഫ് യു എന്ന് തൽക്കാലം വരയ്ക്കണം, കാരണം ഇത് അതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല ഇവിടെ അല്ലേ. എന്തായാലും വസ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വസ്തുവാണ്, ഓബ്ജക്റ്റ് ആണ്. അതിൽ നിന്നും 5 മീറ്റർ അകലായിട്ടാണ് നമുക്ക് പ്രതിബിംബം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ. ഇവിടെ നിന്നും ദൂരെയായിട്ടാണ് നമുക്ക് പ്രതിബിംബം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇമേജ് തൽക്കാലം നമുക്ക് ഇങ്ങനെ വരയ്ക്കാനേ നിവൃത്തിയുള്ളൂ. ഇത് യു, ഇതെന്താണ് വി. അത്രയും ക്ലിയർ ആയല്ലോ. ഇത് എത്ര ദൂരമായിരിക്കും? 5 മീറ്റർ ദൂരമാണ് അല്ലേ. ഇത് ഇവിടെ നിന്ന് വീണ്ടും 5 മീറ്റർ അകലത്തിലാണ് പ്രതിബിംബം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി നോക്കൂ. ആദ്യം യു അകലത്തിൽ വസ്തു വെച്ചിരിക്കുന്നു, ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും 5 മീറ്റർ അകലത്തിൽ നമുക്ക് ഏത് ലഭിച്ചിരിക്കുന്നു? പ്രതിബിംബം ലഭിച്ചിരിക്കുന്നു. ഇത്രയും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി എന്താണ് 5 ഇരട്ടി വലിപ്പമുള്ള പ്രതിബിംബം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? മാഗ്നിഫിക്കേഷൻ എഴുതാം അല്ലേ. എം സമവാക്യം എന്താണ്? -v/u എന്നാണ് സമവാക്യം വരുന്നത്. ഇനി നമുക്ക് ഇതിലെ നമുക്ക് വിലകൾ ഇട്ട് കൊടുക്കാം അല്ലേ. ഇവിടെ നമുക്ക് യഥാർത്ഥ പ്രതിബിംബം ആയതുകൊണ്ട് തന്നെ എന്തെഴുതാം? എമ്മിന് ഈ കേസിൽ യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കപ്പെട്ടതായിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ എമ്മിൻ്റെ വില എന്തായിരിക്കും? -5 ആണ്. അത് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം യഥാർത്ഥ പ്രതിബിംബത്തിന് മാഗ്നിഫിക്കേഷൻ എങ്ങനെയായിരിക്കും? മൈനസ് ആയിരിക്കും വരിക അല്ലേ. അപ്പം -5 എന്ന് ഇട്ട് കൊടുക്കാം. -v/u എന്താണ് ശരിക്കും പറഞ്ഞാൽ? മൈനസ് തന്നെയാണ് അല്ലേ. വി എന്താണ്? മൈനസ് തന്നെയാണ്. അപ്പോൾ ശരിക്കും വിക്ക് ഒരു മൈനസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാത്തിനും സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്തു. യഥാർത്ഥ പ്രതിബിംബമായിട്ട് -5 ഇട്ട് കൊടുത്തു. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, വിക്ക് ഒരു മൈനസ് ഉണ്ട്, യുക്ക് ഒരു മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും എല്ലാ മൈനസും കൂടെ ചേരുമ്പോൾ അവസാനം എന്താ വരിക നോക്കട്ടെ. ഈ മൈനസ് പ്ലസ് ആയി, മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ അവസാനം ശരിക്കും എല്ലാം കൂടെ വരുമ്പോൾ എന്ത് വരും? വി സമയം എന്ത് വരുന്നു? 5u എന്ന് വരുന്നു. ഓക്കെ, അതായത് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വസ്തുവിലേക്കുള്ള ദൂരത്തിന്റെ 5 ഇരട്ടിയാണെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഓക്കെ, ഇനി യുവും വിയും തമ്മിലൂടെ ഒരു ബന്ധം കൂടി ഉണ്ട് അല്ലേ. യുവിന്റെ ദൂരത്തേക്കാൾ 5 മീറ്റർ കൂട്ടിയാൽ വിയുടെ ദൂരവും കിട്ടും. ആ ഒരു ബന്ധം കൂടിയില്ലേ. ഇത് നമുക്ക് ആവർത്തനത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയത്. ഇനി അടുത്ത ബന്ധം എങ്ങനെയാ പറഞ്ഞത്? യു എന്ന ദൂരത്തോടൊപ്പം 5 മീറ്ററും കൂടി കൂട്ടിയാൽ ഏത് ദൂരമായി? വി എന്ന ദൂരമായി. എങ്കിൽ ആ ബന്ധം കൂടി നമുക്ക് ഇവിടെ എഴുതാം. യുവിനോടൊപ്പം 5 മീറ്റർ കൂട്ടിയാൽ ഏത് ലഭിക്കുന്നു? വി ലഭിക്കുന്നു. ഓക്കെ, അങ്ങനെ നമുക്കിനി ചെയ്യാവുന്നൊരു വഴി എന്ന് പറഞ്ഞാൽ യുവും വിയും അറിയില്ല നമുക്ക് ഈ കേസിൽ അല്ലേ. നമുക്കാണ് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ വിയും യുവും വേണം താനും. അപ്പൊ നമുക്ക് ചെയ്യാവുന്നൊരു വില എന്താ? വിയുടെ സ്ഥലത്ത് എത്ര ഇട്ട് കൊടുക്കാം? 5u എന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ വിലകൾ ആരോപിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലേ. വിക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? 5u എന്ന് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ സമവാക്യം എങ്ങനെ വരും നോക്കാം. u + 5 = 5u അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ യു അങ്ങ് അപ്പുറം കൊണ്ടുപോവാം. അപ്പൊ എന്ത് വരുന്നു? 5u - u അല്ലേ സമം 5. അത് 4u = 5. അല്ലെങ്കിൽ യു സമയം എന്ത് വരുന്നു? 5/4. 5/4 എന്ത് വരും? 1.25 വരും അല്ലേ. 1.25 സെന്റിമീറ്റർ. അപ്പൊ ഈ യുവിലേക്കുള്ള ദൂരം എന്ന് വെച്ചാൽ എത്രയായിരുന്നു? 1.25 ആണ് ഇവിടുത്തെ യു എന്ന് പറയാം. അപ്പൊ യുവിന്റെ വില നമുക്ക് കിട്ടി 1.25 എന്നാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ വിയുടെ വില കിട്ടാൻ പിന്നെ എളുപ്പമാണ് കേട്ടോ ശരിക്കും. കാരണം ഈ യുവിനോടൊപ്പം എത്ര കൂട്ടിയാൽ മതി? 5 കൂട്ടിയാൽ മതി. ഇതിനോട് 5 കൂട്ടിയാൽ എത്ര കിട്ടും? 6.25 സെന്റിമീറ്റർ കിട്ടും. പക്ഷേ ഈ പോയിന്റ് വന്നാൽ നമുക്ക് കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എളുപ്പ രീതിയിൽ ഞാനങ്ങ് ചെയ്യാം. ഇത് യു എത്രയാണ്?
5/4 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ വി എന്താണ് 5 ഇൻറ്റു യു ആണല്ലോ അല്ലേ. ആ റിലേഷൻ നമുക്ക് നേരത്തെ കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം 5 ഇൻറ്റു യുവിൻ്റെ വില എങ്ങനെ എഴുതാം 5/4 അല്ലേ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 25/4 സെൻറ്റിമീറ്റർ എന്ന് ലഭിക്കും. അപ്പോൾ വിയും കിട്ടി, യു 5/4 എന്ന് കിട്ടി, വി എന്താണ് 25/4 എന്ന് കിട്ടി. ഇവിടെ സൈൻ കൺവെൻഷൻ ഒന്നും ഇല്ല, പോസിറ്റീവ് ചിഹ്നം തന്നെ ലഭിക്കുകയാണ്. പക്ഷെ ഇവിടെ നമുക്ക് എഫ് കാണുമ്പം സൈൻ കൺവെൻഷനും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ കണക്കാൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എഴുതാം. 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u എന്നാണ് സമവാക്യം അല്ലേ. ഞാൻ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. വി ഇൻറ്റു യു പ്ലസ് വി ഇട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ. ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് പക്ഷേ ഈ സമവാക്യം ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം വിയുടെ വാല്യൂ എന്താണ് ശരിക്കും -25/4 ആണ്. ഓക്കെ, അപ്പം -1/v എന്ന് എഴുതിയാൽ എങ്ങനെ വരും 4/25 പ്ലസ് യുവിൻ്റെ വാല്യൂ എന്താണ് 5/4 എന്നാണ്. അപ്പോൾ 1/u എങ്ങനെ വരിക 4/5 എന്നാണല്ലേ വരിക. പിന്നെ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്താൽ നെഗറ്റീവ് ചിഹ്നം കൂടിയുണ്ട്. അപ്പോൾ എന്ത് വരുന്നു -4/25 എന്ന് വരും. സോറി 4/5 എന്ന് വരുന്നു യുവിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പം -4/25 പ്ലസ് -4/5 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് 25 നമുക്ക് LCM ആയിട്ട് എടുക്കാം. എന്ത് വരും -4 പ്ലസ് എന്ത് വരുന്നു 5 4s are 20 -20. അപ്പം -4 പ്ലസ് -20/25 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -24/25 എന്ന് വരും. ഓക്കെ, അപ്പം 1/fൻ്റെ വാല്യൂ ആണ് -24/25 എന്ന് വന്നത്. അപ്പോൾ എഫിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരിക മൈനസ് തന്നെയാണ്, പക്ഷെ 25/24 എന്നാണ് അല്ലേ വരിക. ഇവിടെ എഴുതാം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് ചിഹ്നം അതുപോലെയുണ്ട് 25/24 എന്ന് ലഭിക്കും. അപ്പം മൈനസ് ചിഹ്നം ആണല്ലോ കിട്ടിയത്. നെഗറ്റീവ് ചിഹ്നം ഷോ ചെയ്യുന്നത് എന്താണ് ദർപ്പണം ഏതാണ് കോൺകേവ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കണക്ക് അത്ര സിമ്പിൾ അല്ല, എല്ലാ കുട്ടികൾക്കും മനസ്സിലാക്കി ചെയ്യാൻ എളുപ്പമാണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ആപ്ലിക്കേഷൻ ലെവലുള്ള കണക്കാണ്. എങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ എന്ത് ചെയ്യുക ചെയ്തോളൂ. കാരണം നമ്മുടെ വിലയിരുത്താനുള്ള കണക്കായതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കുട്ടികളെ ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത കണക്ക് നോക്കാം. വിലയിരുത്താമിലെ മൂന്നാമത്തെ കണക്കാണിത്. ഒരു മോട്ടോർ ബൈക്ക് യാത്രക്കാരൻ പിന്നിൽ നിന്ന് വരുന്ന ഒരു കാറിനെ അതിൻ്റെ യഥാർത്ഥ വലിപ്പത്തിൻ്റെ 1/6 മടങ്ങായി റിയർവ്യൂ മിററിൽ കാണുന്നു. അപ്പോൾ റിയർവ്യൂ മിറർ എന്ന് പറഞ്ഞാൽ എന്ത് മിററാണ് നമുക്കറിയാം അല്ലേ. ഏത് മിററാണ് കോൺവെക്സ് മിററാണ്. അതിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും ചെറുതായിരിക്കും. ആ ചെറുതെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത് 1/6 എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. 1/6 മടങ്ങായിട്ടാണ് കാറിനെ. അപ്പം വസ്തുവിൻ്റെ 1/6 മടങ്ങാണ് കാറിൻ്റെ യഥാർത്ഥ വലിപ്പത്തിൻ്റെ 1/6 മടങ്ങാണ് അതിൻ്റെ ദർപ്പണത്തിൻ്റെ ഉള്ളിൽ കാണുന്ന പ്രതിബിംബം. ബൈക്കും കാറും തമ്മിലുള്ള ദൂരം, ബൈക്കിലാണ് ദർപ്പണം ഇരിക്കുന്നത്, കാറാണ് വസ്തു അല്ലേ. അപ്പം ശരിക്കും ആ കാറ് വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിരിക്കുന്നത് വസ്തുവിലേക്കുള്ള ദൂരമാണ് തന്നിരിക്കുന്നത്. അത് മനസ്സിലായല്ലോ. ബൈക്കിലെ ദർപ്പണം ബാക്കിലിരിക്കുന്ന കാറിനെ കാണുന്നു. അപ്പോൾ ബൈക്കിലെ ദർപ്പണവും കാറും തമ്മിലുള്ള ദൂരം 30 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കത് എഴുതാം. യു സമയം എന്താണ് തന്നിരിക്കുന്നത് -30 സെൻറ്റിമീറ്റർ ഒന്നാമത് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് മാഗ്നിഫിക്കേഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ. എം സമയം എന്താണ് 1/6 ആണ്. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അത് നമ്മൾ ആലോചിക്കണം. കോൺവെക്സ് ദർപ്പണമാണ്, ഉള്ളിൽ കാണുന്നത് മിഥ്യാപ്രതിബിംബമാണ്. മിഥ്യാപ്രതിബിംബം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ചിഹ്നം എന്തായിരിക്കും +1/6 ആയിരിക്കും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം വക്രധാരമാണ് കാണേണ്ടത്. വക്രധാരം കാണുക എന്ന് വെച്ചാൽ ശരിക്കും എന്ത് കാണണം ആദ്യം ഫോക്കസ് ദൂരം കാണാം അല്ലേ. ഫോക്കസ് ദൂരത്തിൻ്റെ ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത് വക്രധാരം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ക്വസ്റ്റൻ എന്താണ് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ യു ഉണ്ട്, ഇനി എന്തുകൂടെ വേണം വിയും കൂടെ വേണം അല്ലേ. അപ്പോൾ ആദ്യം വി കണ്ടുപിടിക്കാം. വി കണ്ടുപിടിക്കാൻ ഈ സമവാക്യം ഇതിൻ്റെ സമവാക്യം എന്താണ് ഇത് ഈസ് ഈക്വൽ ടു -v/u എന്നുള്ളതാണ് അല്ലേ. -v/u. ഇനി വിൻ്റെയും യുവിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാം വിലകൾ ഇട്ട് കൊടുക്കാം. വിലകൾ ഇട്ട് കൊടുത്താൽ നമുക്ക് അതിൽ നിന്നും വി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് വിലകൾ ഇട്ട് കൊടുക്കാം. വിയുടെ വില നമുക്കറിയില്ല, വി എന്തായാലും പോസിറ്റീവാണ് നമുക്കറിയാം അല്ലേ. അപ്പം -v പോസിറ്റീവ് തന്നെയാണ്. യുവിൻ്റെ വില എത്രയാണ് -30 ആണ് അല്ലേ. അപ്പോൾ ശരിക്കും v ഈസ് ഈക്വൽ ടു എന്ത് വരും മൈനസും മൈനസും എന്താവും പ്ലസ് ആവും. v ഈസ് ഈക്വൽ ടു 30/6 എന്ന് വരുന്നു. +30 ആണ് അല്ലേ. ഇവിടെയും പ്ലസ് ചിഹ്നം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു പ്ലസ് തന്നെയാണ്. 30/6 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നു 5 സെൻറ്റിമീറ്റർ അല്ലേ. ഈ +5 സൂചിപ്പിക്കുന്നത് എന്താണ് വലത്തേക്കാണ് പ്രതിബിംബം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് ആണല്ലോ. കോൺവെക്സ് ദർപ്പണം അല്ലേ, ദർപ്പണത്തിനുള്ളിലാണല്ലോ പ്രതിബിംബം രൂപപ്പെടുക. ഓക്കെ, അപ്പോൾ യുവിൻ്റെയും വില കിട്ടി വിയുടെയും വില കിട്ടി. ഇനി എഫ് കണ്ടുപിടിച്ചാൽ പോരെ.
അപ്പോൾ എളുപ്പമാണ് അല്ലേ. എഫ് ഈസ് ഈക്വൽ ടു എന്താണ് സമവാക്യം? യു പി ഇൻറ്റു വി ബൈ യു പ്ലസ് വി. യുവിൻ്റെ വാല്യൂ -30 ഇൻറ്റു +5 ഡിവൈഡഡ് ബൈ -30 പ്ലസ് 5 അല്ലേ. അപ്പോൾ എന്ത് വരും? -150 വരും ഡിവൈഡഡ് ബൈ -25 എന്നാണ് വരിക അല്ലേ. അപ്പോൾ മൈനസ് വരുമ്പോൾ എന്തായി? പ്ലസ് ആയി. 150/25 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നു? 6 + 6 സെൻറ്റിമീറ്റർ. അപ്പോൾ പോസിറ്റീവ്, ഇവിടെ നോക്കൂ, ഫോക്കസ് ദൂരം എന്താ കിട്ടിയത്? പോസിറ്റീവാണ് കിട്ടിയത്. അതായത് ഏത് ദർപ്പണമാണെന്ന് നമ്മൾ ഉറപ്പിക്കുന്നു? കോൺവെക്സ് ദർപ്പണമാണെന്ന് ഉറപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത് ശരിയാണ്, നമുക്ക് ഏകദേശം ബോധ്യമായി അല്ലേ. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വക്രധാരമാണ്. വക്രധാരം എന്ന് വെച്ചാൽ എഫിൻ്റെ ഇരട്ടി അല്ലേ. അപ്പോൾ എന്ത് വരുന്നു? +12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ കണക്ക് ഓക്കെ അല്ലേ? ഈ കണക്ക് സിമ്പിൾ അല്ലേ, എല്ലാവർക്കും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അടുത്ത കണക്ക് വിലയിരുത്താനുള്ള 4ാമത്തെ കണക്കാണ്. ഒരു ഷേവിംഗ് മിറർ ഉപയോഗിക്കുന്നു. ഷേവിംഗ് മിററിന്റെ ഫോക്കസ് ദൂരം 72 സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഷേവിംഗ് മിറർ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് മിററാണെന്ന് നമ്മളത് മനസ്സിലാക്കണം. കാരണം ഏത് മിററാണെന്ന് ക്വസ്റ്റിന് തന്നിട്ടില്ല. ഏത് ടൈപ്പ് മിററാണ്? കോൺകേവ് മിററാണ് അല്ലേ. കോൺകേവ് മിറർ ആയതുകൊണ്ട് തന്നെ ഫോക്കസ് ദൂരം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കേസ് തന്നിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു എന്താണ് തന്നിരിക്കുന്നത്? -72 സെന്റിമീറ്റർ ഫോക്കസ് ദൂരം തന്നിരിക്കുന്നത്. ഇനി എന്താണ് തന്നിരിക്കുന്നത് നോക്കൂ. 18 സെന്റിമീറ്റർ അകലെയായിട്ടാണ് ഒരാൾ ഉപയോഗിക്കുന്നത്. 18 സെന്റിമീറ്റർ അകലെ എന്ന് പറഞ്ഞാൽ വസ്തു നിൽക്കുന്നതാണ് 18 സെന്റിമീറ്റർ അകലെ അല്ലേ. അപ്പോൾ യു എന്ത് വരുന്നു? -18 സെന്റിമീറ്റർ വരുന്നു. എന്ത് കണ്ടുപിടിക്കാനാണ്? പ്രതിബിംബത്തിന്റെ അകലം കണ്ടുപിടിക്കാനാണ്. അപ്പം ഡയറക്റ്റ് കണക്കാണ് അല്ലേ. വി കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. വി ഈസ് ഈക്വൽ ടു എന്താണ് സമവാക്യം? യു ഇൻറ്റു എഫ് ബൈ യു മൈനസ് എഫ് എന്ന് വരും. -18 ഇൻറ്റു -72 ഡിവൈഡഡ് ബൈ -18 -72 ഇങ്ങനെ വരും അല്ലേ. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. +18 ഇൻറ്റു 72 തന്നെ ഞാൻ എഴുതണം, കാരണം വലിയ സംഖ്യയില്ലേ, ഗുണിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ചിഹ്നം മാറ്റുക അല്ലേ. ചിഹ്നം മാറ്റുമ്പോൾ പ്ലസ് വരും. ഇനി 72 വലിയ സംഖ്യ, അപ്പോൾ വരുന്നു. അപ്പോൾ എത്ര വരുന്നു? 72 - 18 വരും അല്ലേ. അപ്പോൾ എത്ര വരും? 54 അല്ലേ വരിക. 54 വരും. ഓക്കെ. ഇനി തമ്മിൽ നമുക്ക് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണ്? 18ഉം 54 വെട്ടും 3 പ്രാവശ്യം വെട്ടും അല്ലേ. പ്ലസ് ചിഹ്നം തന്നെയാണ്. 72/3 72/3 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 24 വരും. ഓക്കെ. അപ്പം ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് എത്ര അകലത്തിലാണ്? 24 സെന്റിമീറ്റർ. പ്ലസ് ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്താണ്? വലത് ഭാഗത്തായിട്ടാണ്, ദർപ്പണത്തിന്റെ ഉള്ളിലായിട്ടാണ് പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നത്. അത് നമുക്കറിയാം. ഷേവിംഗ് മിററിൽ വളരെ അടുത്തായിട്ടാണ് നമ്മൾ മുഖം വെക്കുക. അപ്പോൾ നമുക്ക് ഉള്ളിലായിട്ട് വളരെ വലുപ്പത്തിൽ നമുക്ക് പ്രതിബിംബം ലഭിക്കുന്നു. അപ്പോൾ വലിപ്പമുള്ള പ്രതിബിംബമാണോ എന്ന് അറിയാൻ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിച്ചാൽ മതി. വലിപ്പം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ എം ഈസ് ഈക്വൽ ടു എന്താണ്? മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്ന് പറയുന്നത് എം ഈസ് ഈക്വൽ ടു -v/u എന്നാണ്. വില ഇട്ട് കൊടുക്കാം. -10 ഓൾറെഡി ഇട്ട് കൊടുത്തു. വിയുടെ വില +24 ആണ്. ഡിവൈഡ് ബൈ യുവിൻ്റെ വാല്യൂ -18 ആണ്. എത്രയല്ലേ വരിക? 24/18 വരും അല്ലേ. അപ്പം മൈനസ് പ്ലസ് വരും. പിന്നെ ചിഹ്നം നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 24/18 എന്ന് പറയുമ്പോൾ എന്തായാലും 1.6 ടൈംസ് 1.3 സംതിങ് വരും. ഓക്കെ. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലായി, പ്ലസ് ചിഹ്നത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? പ്രതിബിംബം മിഥ്യാപ്രതിബിംബമാണ് ലഭിച്ചതെന്ന് മനസ്സിലായി. 1.3 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒന്നിനേക്കാൾ വില കൂടിയതുകൊണ്ട് തന്നെ പ്രതിബിംബം വസ്തുവിനേക്കാൾ വലുതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് ഏതരം ദർപ്പണമാണെന്നൊക്കെ നമുക്ക് പിന്നെ സിമ്പിളായിട്ട് മനസ്സിലായി. ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ത് ദർപ്പണമാണ്? കോൺകേവ് ദർപ്പണമാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു റബ്ബർ ബന്താണ്. അത് പൂർണ്ണമായി നമ്മൾ അലൂമിനിയം ഫോയിൽ കൊണ്ടൊക്കെ പൊതിഞ്ഞു അല്ലേ. അത് ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. കുറച്ച് കുട്ടികളത് ചോദിച്ചതുമാണ്. മുറിക്കുന്നു അവർ പറഞ്ഞിട്ടേ ഇല്ല, പൂർണ്ണമായും തന്നെയാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. നമുക്കൊന്ന് വരച്ചു നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ. ഇത് റബ്ബർ ബന്താണ്. ഈ റബ്ബർ ബാൻഡിന്റെ ഈ ഭാഗം മുഴുവൻ അവർ എന്ത് ചെയ്യുന്നു? അലൂമിനിയം ഫോയിൽ കൊണ്ട് ഇങ്ങനെ പൊതിയുന്നു. ഓക്കെ. അപ്പൊ ശരിക്കും പ്രതിപതന തലം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഉന്തി നിൽക്കുന്ന ഭാഗമാണ് എന്തായി വരുന്നത്? പ്രതിപതന തലമായി വരുന്നത്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കാം. ഇനി 12 സെന്റിമീറ്റർ വ്യാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ ശരിക്കും ഈ അകലമാണ് എന്തെന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ. അപ്പൊ ശരിക്കും സെന്ററിൽ നിന്നും ഇവിടെ വരെയുള്ള ദൂരം എത്ര ആയിരിക്കും? 6 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ സി, സെന്റർ ഓഫ് കർവേച്ചർ എത്രയാണ്? സി ഇവിടെയാണ് വരിക. അപ്പോൾ റേഡിയസ് എത്രയാണ് വരിക? 6 സെന്റിമീറ്റർ ആണ് റേഡിയസ് വരിക. ഇപ്പോൾ ഇതിന്റെ പകുതിയിലല്ലേ എഫ് വരിക? നമുക്കിവിടെ എഫ് എവിടെയല്ലേ വരിക? അപ്പോൾ എഫിലേക്കുള്ള ദൂരം എത്ര ആയിരിക്കും? ശരിക്കും പറഞ്ഞാൽ 3 സെന്റിമീറ്റർ ആണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? പന്തിന്റെ കേന്ദ്രത്തിൽ നിന്നും
12 സെന്റിമീറ്റർ അകലെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്, വസ്തു സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ 12 സെന്റിമീറ്റർ അകലെയാണ് വസ്തു സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതാണ് പ്രതിപതന തലം. കേന്ദ്രത്തിൽ നിന്നും 12 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ തന്നെ എത്രയായി, 6 സെന്റിമീറ്റർ ആയില്ലേ. കേന്ദ്രത്തിൽ നിന്നും ഇവിടെ എത്തിയപ്പോൾ 6 സെന്റിമീറ്റർ ആയി. വീണ്ടും എത്രയും കൂടി വരയ്ക്കണം, അപ്പോൾ നമ്മളൊരു 6 സെന്റിമീറ്ററും കൂടി വരയ്ക്കണം. അപ്പൊ ഇങ്ങനെയല്ലേ വസ്തു വരിക. അപ്പൊ ശരിക്കും ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം എത്രയാണ്, 6 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെയാണ് വരിക അല്ലേ. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. അപ്പൊ ഇത്രയും നമുക്ക് ഒരു മനസ്സിലാക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും. ഈ ചിത്രം എല്ലാവരോടും ഒന്ന് നോക്കിയാൽ മതി. പന്തിന്റെ വ്യാസം 12 സെന്റിമീറ്റർ. അപ്പോൾ ആരം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ, ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. അപ്പോൾ അവിടെ നിന്ന് ഫോക്കസ് ദൂരം 3 സെന്റിമീറ്റർ അല്ലേ. F + 3 സെന്റിമീറ്റർ. ഇനി വസ്തു വെച്ചിരിക്കുന്നത് സെന്ററിൽ നിന്നും 12 സെന്റിമീറ്റർ അകലെ. സെന്ററിൽ നിന്നും 12 സെന്റിമീറ്റർ അകലെ പറയുമ്പോൾ ഇത് 6 + 6 എന്ന് വരും അല്ലേ. അപ്പൊ യു എത്രയാണ്, ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരം എത്രയാണ് വരിക, 6 സെന്റിമീറ്റർ ആണ് വരിക, -6 സെന്റിമീറ്റർ. ഇനി എന്താണ് നമ്മൾ നോർമലി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കണ്ടുപിടിക്കാന്നേ ഉള്ളൂ. അപ്പോൾ V = എന്താണ് ഇക്വേഷൻ, U × F/U - F എന്നാണ്. -6 × +3 / -6 - +3 എന്ന് വരും അല്ലേ. അപ്പോൾ -18 പ്ലസ് വരും അല്ലേ, -9 വരും അല്ലേ വരിക. അപ്പോൾ ഇത് വരും +2 എന്ന് വരും, +2 സെന്റിമീറ്റർ. ഓക്കെ. അപ്പോൾ പ്ലസ് ചിഹ്നം കാണിക്കുന്നത് എന്താണ്, വലത് ഭാഗത്താണ് പ്രതിബിംബം രൂപപ്പെട്ടത്. ശരിയല്ലേ. ഇതൊരു കോൺവെക്സ് ദർപ്പണത്തിന്റെ ഷേപ്പല്ലേ വന്നിരിക്കുന്നത്. കോൺവെക്സ് ദർപ്പണത്തിന് എപ്പോഴും പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയായിരിക്കും, വലത് സൈഡിൽ തന്നെ ആയിരിക്കും. ഇനി പ്രതിബിംബം യഥാർത്ഥമാണോ മിഥ്യയാണോ ചോദിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം, പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇത് കോൺവെക്സ് ദർപ്പണം ആയതുകൊണ്ട് തന്നെ പ്രതിബിംബം എന്തായിരിക്കും, മിഥ്യാ പ്രതിബിംബം ആയിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന സോൾവ് ചെയ്യാത്ത കണക്കുകൾ നമ്മൾ ചെയ്തു. വിലയിരുത്താമലെ പ്രധാനപ്പെട്ട കണക്കുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഏതെങ്കിലും കണക്കുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. തീർച്ചയായിട്ടും മറുപടി തരാം. ഓക്കെ, താങ്ക് യു.